ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഹണിമൂണിന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. കുറച്ച് കഴിയുമ്പോ തിരിച്ചു വന്നാ മതി. ഏയ്, അത് വേണ്ട മുത്തശ്ശി. പേടിച്ച് നാട് വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവരൊക്കെ ഇനി എന്ത് ചെയ്താലും ഞങ്ങളത് ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനം. അല്ലേ രാധികേ? വരുൺ പറയുന്ന തീരുമാനം എന്താണോ അത് ഞാൻ അനുസരിച്ചോളാം. കേട്ടോ മുത്തശ്ശി, മുമ്പായിരുന്നെങ്കിൽ ഇവിടുന്ന് ആദ്യം ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഇയാളായിരിക്കും. പക്ഷേ ഇത് പഴയ രാധിക അല്ലല്ലോ, പുലിക്കുട്ടിയല്ലേ. എന്തൊക്കെയായാലും ശ്രദ്ധിക്കണം നിങ്ങള്. മറ്റുള്ളവരുടെ നാശം മാത്രം കാണാൻ ജീവിച്ചിരിക്കുന്നവർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സന്തോഷം ഒരാളും ഇല്ലാതാക്കാൻ സമ്മതിക്കരുത്. വരുണിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. പാവം കുറെ തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞു. അച്ഛന്റെ സ്ഥാനം തന്നെ ചന്ദ്രശേഖരന്. എന്നിട്ടും നമ്മുടെ മോളോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചില്ലേ യശോദേ? എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഇത് അവൾക്ക് എഴുതി വെച്ച വിധിയാണെന്നല്ലേ പറയാൻ പറ്റൂ. അവളായിട്ട് ആളുകളെ കൊണ്ട് കണിമംഗലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ പ്ലാൻ ഉണ്ടാക്കുക, അവളെയും ചതിച്ച് ആ അവസരം മറ്റൊരാൾ ഉപയോഗിക്കുക. ആർക്കും തടുക്കാനായില്ലല്ലോ. നഷ്ടം നമുക്ക് മാത്രമല്ലേ. വേണ്ട യശോദേ, നീ വിഷമിക്കണ്ട. കുറ്റക്കാരെ കണ്ടെത്തിയിട്ടാണെങ്കിലും ദൈവം നമ്മളോട് നീതി കാണിച്ചില്ലേ? ചന്ദ്രശേഖരൻ ജയിലിനകത്തായതല്ല കാര്യം. ആ കുറ്റം വരുണ്ടേ രാധികയുടെ തലേന്ന് ഒഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും മനസമാധാനമായിട്ട് കളങ്കമൊന്നുമില്ലാതെ അവർക്കൊന്ന് ഉറങ്ങാലോ. കളങ്കമില്ലെന്ന് ആരാ പറഞ്ഞേ? അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അവളുടെ ഫിദാമേടം കൊണ്ടുവന്ന വക്കീലെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ചന്ദ്രശേഖരനെ അങ്ങ് കുടുക്കി. എന്തിന്? രാധികയുടെ വരുണിന്റെ മേലെ കേസ് ഉണ്ടാവാതിരിക്കാൻ. കോടതിയിൽ സത്യം അല്ലടാ ജയിച്ചത്, കാശും പണവുക. എന്നിട്ട് മോക്ക് നീതി കിട്ടിയെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ആഘോഷിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. എപ്പോഴാണെന്നറിയോ? എന്റെ പ്രിയങ്ക മോള് ജീവനോടെ തിരിച്ചു വരുമ്പോ. അപ്പൊ അവള് പറയും അവളെ കൊല്ലാൻ നോക്കിയതേ രാധികയും വരുണും ചേർന്നാണെന്ന്. അതും കാത്താടാ ഞാൻ ഇരിക്കുന്നേ. ഒന്ന് തീരും നിന്റെയൊക്കെ സ്വസ്ഥത. അന്ന് തുടങ്ങും അവന്റെ അവളുടെ ഉറക്കമില്ലായ്മ. എന്ത് പറഞ്ഞാൽ അമ്മയെ തിരുത്താൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും പറയട്ടെ ദേവേട്ട. നമ്മുടെ മോളെ കൊന്നവന് ഒരു കാലത്ത് സമാധാനം കിട്ടില്ല, അതുറപ്പാ.